ഇനി മലയാളക്കരയിൽ ജനിക്കൂല, ഒന്നും ജനിക്കൂല. ഒരു തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിം ഉണ്ടാവില്ല. ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ആകാശത്ത് നിന്ന് കല്ലിമഴ പെയ്തിട്ട് ഈ സൗകര്യങ്ങളെല്ലാം നഷ്ടം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇങ്ങനെ വന്ന് പറഞ്ഞേ ഉള്ളേ. أنت محيط بالشؤون فلا أرى أنس على الحاجات منك غناء عليك صلاة الله ثم سلامه صلاة بها ينفك عنه غطاء عليك അങ്ങയുടെ മേലുണ്ടാകട്ടെ സ്വലാത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ സ്വലാത്ത്, സുമ്മ സലാമുഹു, പിന്നെ അള്ളാഹുവിൻ്റെ സലാമും അവിടത്തേക്കുണ്ടാകട്ടെ. സ്വലാത്തൻ, ഒരു സ്വലാത്ത്. ബിഹാ ബിഹാ, ആ സ്വലാത്ത് കൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നവനെ തൊട്ട് അഴിഞ്ഞു പോകും മൂടികൾ. ഏത് നന്മ തിരിച്ചറിയാൻ കഴിയാത്ത മൂടി ഉണ്ടല്ലോ, ആ മൂടി എടുത്തു മാറ്റപ്പെടും. എന്ത് ചൊല്ലിയാൽ? സ്വലാത്ത് ചെല്ലും പോലെ ചെല്ലിയാൽ എന്നൊരു വാക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച അഡീഷണൽ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ചെല്ലും പോലെ ചെല്ലിയാൽ എന്താ ചെല്ലൽ? മുസ്തഫ നബിയെ കൽബിൽ കുടിയിരുത്തണം. സ്വലാത്തല്ല, സ്വലാത്താണ് നമ്മൾ കടന്നിരാൻ വേണ്ടി 1000 സ്വലാത്ത. അപ്പോൾ റസൂലല്ല കുടിയിരുത്തിയ കാടാണ്. ഭർത്താവിന് ജോലിക്ക് ശമ്പളം കൂടാൻ വേണ്ടിയിട്ട് 70,000 സ്വലാത്ത്, 1,40,000 സ്വലാത്ത് ഇല്ലാന്ന് എന്നാവില്ല. ഭർത്താവിന് ചിലപ്പോൾ ശമ്പളം കൂടും. കാരണം എൻ്റെ കൽബിൽ ഭർത്താവിൻ്റെ ശമ്പളമാണ്, ആരല്ല, നബിയല്ല. അതിന് കൂലി കിട്ടൂലേ? കൂലി കിട്ടുന്നവർ വാങ്ങിക്കോളി, ഞാൻ കൂലിക്കാരനല്ല. എനിക്ക് കൂലിയും വേണ്ട, എനിക്ക് റബ്ബിനെയാണ് വേണ്ടത്. കൂലി ആർക്കും അല്ലാഹു കൊടുക്കും, വെറുതെ കൊടുക്കും. കൊടുതിയ റബ്ബ് കൊടുതിയ. മനസ്സിലാണ്ട് പറഞ്ഞത്? റബ്ബിനെ കുടിയിരുത്തണം കൽബിൽ. റബ്ബിനെ കുടിയിരുത്തുമ്പോൾ ഒരു കടലിലെങ്കിലും കയറി, മറ്റേ കടണ്ടെങ്കിൽ നമ്മൾ കയറി. എന്ത് കൽബിൽ കയറി? കടം. അപ്പൊ കരി കടൊക്കെ അല്ലാഹു കിട്ടി, കടൊക്കെ അല്ലാഹു കിട്ടി, എല്ലാം കിട്ടി. അപ്പൊ കരി ആര് കരിയാതിരിക്കും. രണ്ടവസ്ഥ. അള്ളാഹു എൻ്റെ ബുദ്ധിമുട്ടൊക്കെ തീർത്തു. എനിക്ക് അള്ളാഹു പൈസ കൊണ്ട് തന്നെയാണ് മൂടി, ഞാമത്ത് കൊണ്ട് മൂടി. അപ്പോൾ 99% അള്ളാഹിനപ്പം മറക്കും. 1% ആളുകൾക്ക് എൻ്റെ റബ്ബെന്ന് പറയാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? അത്രയും വലിയ അനുഗ്രഹം റബ്ബ് ചെയ്തു നോക്കും. നമ്മളെ കാണുന്നവൻ അള്ളാഹു ചെയ്യാത്തതേ ഓർക്കുള്ളൂ, അള്ളാഹിനെ കാണുന്നവൻ ചെയ്തതേ ഓർക്കും. അതിൻ്റെ കൂടെ വരി. മനസ്സിലായില്ല? 2 രീതിയാ. നമ്മളെ കാണുന്നവൻ ഇല്ലായ്മ ഓർക്കും. അള്ളാഹ് ചെയ്ത് തരാത്ത അള്ളാഹിനെ കാണുന്നവൻ ചെയ്തതേ ഓർക്കും. 2 കുട്ടികളൊരു വാപ്പ പണ്ടൊരിക്കൽ 10 കൊല്ലം മുമ്പ് വർത്താനം പറഞ്ഞു. ബാപ്പാന്റെ കുറ്റം അങ്ങനെ, ഓന്റെ ബാപ്പാന്റെ കുറ്റം പറയാണ്. ഞാനും അയാൾ കൂടി കാറിൽ സഞ്ചരിക്കുക, 10 കൊല്ലം മുമ്പാണ്. ഞാനും ഒരാൾ കൂടി കാറിൽ സഞ്ചരിക്കുന്ന നേരത്ത് ഒരുത്തൻ അവന്റെ ബാപ്പാന്റെ കുറ്റം എന്നോട് പറഞ്ഞു. കുറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറ്റം അങ്ങോട്ട് പറഞ്ഞു. അരീക്കോട് മുതൽ നിലമ്പൂർ പറഞ്ഞു ബാപ്പാന്റെ കുറ്റം. അപ്പൊ ഞാന് ഓനോട് എന്താ കുറ്റം എന്നറിയോ? എനിക്ക് 2-3 കുട്ടികളായില്ലേ, എനിക്കൊരു വീടുണ്ടാക്കി തരുന്ന ബാപ്പാക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. ഇതൊക്കെ ബാപ്പാന്റെ കുറ്റം. ബാപ്പാൻ്റെ അടുത്ത് പൈസ അല്ലേ, ബാപ്പാക്ക് ചെല്ലുന്നൂടെ, ബാപ്പാക്ക് മുതലില്ലേ? എനിക്കൊരു കുട്ടികൾ, എൻ്റെ മൂത്ത പെൺകുട്ടി, അതിനെ 2 കൊല്ലം കഴിഞ്ഞാൽ കെട്ടിക്കണ്ടേ, എനിക്കൊരു പെരണ്ടാക്കി തരുന്ന ബാപ്പാക്ക് ഒരു ചിന്തയില്ല. നിലമ്പൂർ ചന്തക്കുന്ന് കയറ്റത്തിനോടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നിരിക്കലും ഈ വണ്ടിയിൽ നിന്ന് ഇവിടെ ഇറങ്ങുക, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങും. ഇന്നോട് പറയരുത്. എടാ നമുക്ക് നിനക്ക് ഇന്ന് ചോറ് എൻ്റെ ബാധ്യതല്ല. ഓന് പ്രായപൂർത്തിയാവണ വരെയല്ലേ ഓന് ചോറ് എൻ്റെ ബാധ്യതയുള്ളൂ. ആ തന്തപ്പോഴും എനിക്ക് ചോറ് തരുന്നുണ്ട്, എൻ്റെ കുട്ടികൾക്കും ചോറ് നടക്കും. എനിക്ക് വൈകുന്നേരം എൻ്റെ പെണ്ണുങ്ങളെ ഉപയോഗിക്കണ പണി മാത്രമേ ഉള്ളൂ.
ഈ ചെലവൊക്കെ തന്റെ നടത്തണം. ഇതിപ്പോ അതിന്റെ പുറമെ ഇനി അയാളെ തലയ്ക്ക് എന്ത് വെച്ചിട്ടാണ് ഒരു പെരെന്താ ഉണ്ടാക്കി തന്നെ? മൂപ്പർക്ക് ഭൂമി വിറ്റില്ലേ? മൂപ്പരത്ത് ഭൂമി ഇല്ലേ? വിറ്റൂടെ? എനിക്കൊരു പെരുണ്ടാക്കി തന്നൂടെ? ഇറങ്ങണ വണ്ടി. ഇത് നമ്മളൊക്കെ അങ്ങനെ തന്നെ. നമ്മളൊക്കെ ആണെങ്കിൽ ഓന്റെ പ്രശ്നം എന്താ? ഓൻ ബാപ്പാനെ കണ്ടിട്ടില്ല, ഓനെയാ കണ്ട്. ഇനി ഇത് നേരെ അള്ളാന്റെ അടുത്തേക്ക് വെച്ചോക്കണം. ഇന്ന് എനിക്ക് തോന്നാണ് ഈ ലോകത്തെ ഏറ്റവും ഞാമത്തുള്ള ഞാനാണ്. എന്തുകൊണ്ട്? എൻ്റെ റബ്ബിനിക്ക് ചെയ്ത ഞാമത്തുകൾ അറ്റില്ലാത്തത്. അടുത്ത ഞാമത്ത് ചോദിക്കാൻ നമുക്ക് ലജ്ജ. എന്തുകൊണ്ട്? എന്തൊക്കെ റബ്ബ് ചെയ്തെന്ന്. അതേ സമയത്ത് നമ്മളെ കാണാണെങ്കിൽ റബ്ബിനെ കാണാൻ കഴിയില്ല. നമ്മളെ പ്രശ്നം അതാണ്. നമ്മൾ അള്ളാഹു ഇത്ര കാലായി ദ്വാരക്കണ അള്ള ചെയ്തെന്നില്ല. എന്നെ പോന്റെ അപ്പറഞ്ഞ അതിനെപ്പോലെ തന്നെയല്ലേ നമ്മൾ. ഓനാക്ഷേപിച്ച പാപ്പാനെയാണ് നമ്മൾ ആക്ഷേപിച്ചത്. അറേ ബാപ്പാനെ ആക്ഷേപിച്ചോണ്ട് നന്ദി കേട്ടോനായി. നമ്മൾ അള്ളാനെ ആക്ഷേപിച്ചോണ്ട് പറങ്ങായി കാഫിറായി. പിന്നെന്താ? പച്ചക്കാഫിറായി. മനസ്സിലാക്കണം. ഇവിടെയൊക്കെ ചിന്തിക്കണം. മനസ്സിലായില്ലേ?